ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 28-ന്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5-ന്. ലോക പരിസര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7-ന്. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 23-ന്. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22-ന്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം വാൾട്ടർ ജി റോസൻ. ഇന്ത്യയിൽ സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 2014 ഒക്ടോബർ 2-ന്. സ്വച്ഛ് ഭാരത് മിഷൻ ആസ്പദമാക്കി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ശുചിത്വ മിഷൻ. ഒരു പ്ലാസ്റ്റിക് ബാഗ് വിഘടിക്കാൻ ഏകദേശം എത്ര വർഷമെടുക്കും? ഉത്തരം 1000 വർഷം വരെ. ഒരു പ്ലാസ്റ്റിക് കുപ്പി വിഘടിക്കാൻ ഏകദേശം എത്ര വർഷമെടുക്കും? ഉത്തരം 450 വർഷം. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ടൂത്ത് പേസ്റ്റുകളിലും ചേർക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെറുകണങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം മൈക്രോബീഡുകൾ. പ്ലാസ്റ്റിക് മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും പവിഴപ്പുറ്റുകൾക്ക് ഭീഷണിയാണ്. 90% പവിഴപ്പുറ്റുകളും ഏതു വർഷത്തോടെ നിർജീവമാകുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്? ഉത്തരം 2050-ൽ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവ് കൂടാൻ കാരണമാകുന്നു? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രാജ്യം ഏത്? ഉത്തരം USA. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രൊഫസർ R മിശ്ര. ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1973-ൽ. ആദ്യ ലോക പരിസ്ഥിതി സമ്മേളനം നടന്നത് എന്നാണ്? ഉത്തരം 1972 ജൂലൈ 5-ന്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധാ പട്കർ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂജിൻ P. ഓഡ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം സെപ്റ്റംബർ 16-ന്. ജീവൻ നിലനിർത്താനാവശ്യമായി അന്തരീക്ഷ ആവരണം? ഉത്തരം ഹരിതഗ്രഹം.
ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? ഉത്തരം എടവക, വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ഉത്തരം വയനാട്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? ഉത്തരം ഭീമൻ പാണ്ട. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? ഉത്തരം ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്, റൺ ഓഫ് കച്ച്, ഗുജറാത്ത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാലാവസ്ഥാ മാറ്റം. പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം? ഉത്തരം 1973. പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സർ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡെറാഡൂൺ. കേരളത്തിലെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ്? ഉത്തരം കടലുണ്ടി, വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ കണ്ടൽ കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കൽസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം? ഉത്തരം സൈലന്റ് വാലി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ഉത്തരം തെന്മല, കൊല്ലം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1986. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം? ഉത്തരം 1966. നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ. ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി 1969 രൂപം കൊണ്ട ഡോണ്ട് മേക്ക് എ വേവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമി ആയിരുന്നു? ഉത്തരം ഗ്രീൻ പീസ്. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിരകൾ ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടം. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം? ഉത്തരം റഷ്യ. ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ആംസ്റ്റർഡാം, നെതർലാൻഡ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കറുടെ നേതൃത്വത്തിൽ 1989 രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഉത്തരം നർമദ ബച്ചാവോ ആന്തോളൻ. റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി 1974 രൂപം കൊണ്ട പ്രസ്ഥാനമേത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം.